നമസ്കാരം. ഇന്ത്യ സഖ്യത്തെ കടന്നാക്രമിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബി ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ. ജോർജ് സോറോസുമായുള്ള പ്രതിപക്ഷത്തിന്റെ ബന്ധം പുറത്തു വരാതിരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് രാജ്യസഭയിൽ നിരന്തരം ബഹളമുണ്ടാക്കി സഭ നിർത്തിവെക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്ന് JP നദ്ദ ആഞ്ഞടിക്കുകയായിരുന്നു. ഇന്ത്യയുടെ പരമാധികാരവും സുരക്ഷിതവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ US കോടീശ്വരനായ ജോർജ് സോറോസുമായുള്ള പ്രതിപക്ഷത്തിലെ മുതിർന്ന നേതാക്കളുടെ ബന്ധം ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹം രാജ്യസഭയിൽ ആവശ്യപ്പെടുകയായിരുന്നു. ജോർജ് സോറോസും സോണിയയുമായി എന്താണ് ബന്ധമെന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറാവണം. 2 ദിവസമായി ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ഭരണപക്ഷത്തെ നിശബ്ദമാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ജോർജ് സോറോസുമായുള്ള പ്രതിപക്ഷത്തിന്റെ ബന്ധം പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് JP നദ്ദ പറയുകയാണ്. രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറെ ബഹുമാനിക്കാതെയാണ് അദ്ദേഹത്തിനെതിരെ ഇന്ത്യ സഖ്യം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചതെന്നും JP നദ്ദ തുറന്നടിക്കുകയാണ്. ജഗദീപ് ധൻഖറെ അപമാനിക്കാൻ ശ്രമിച്ച കോൺഗ്രസിന്റെ പ്രവൃത്തി തികച്ചും അപലപനീയമാണ് എന്നും പ്രതിപക്ഷം ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കൊപ്പം നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നതെന്നും വിമർശിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ സഖ്യത്തിലെ മമതാ ബാനർജിക്ക് പിന്തുണ ഏറിക്കൊണ്ടിരിക്കുകയാണ്. സഖ്യത്തിന്റെ നേതൃത്വം മമതാ ബാനർജിയെ ഏൽപ്പിക്കണമെന്ന് RJD നേതാവ് ലാലു പ്രസാദ് യാദവും പറയുകയാണ്. കോൺഗ്രസിന്റെ എതിർപ്പ് കാര്യമാക്കേണ്ടതില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. നേരത്തെ NCP നേതാവ് ശരത് പവാറും മമതാ ബാനർജിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ മമതാ ബാനർജി താല്പര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതാവാകാൻ തയ്യാറാണ് എന്നുള്ള മമതാ ബാനർജിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലെ ഭിന്നത രൂക്ഷമാവുകയാണ്. പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നും ഇന്ത്യ സഖ്യത്തിന് തൽക്കാലം വേറെ നേതാവിനെ നിശ്ചയിക്കേണ്ട കാര്യമില്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുകയാണ്. അതേസമയം ഇങ്ങ് കേരളത്തിലും കോൺഗ്രസിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് സുധാകരനെ മാറ്റണം എന്ന ആവശ്യത്തെ ചൊല്ലിയാണ് ഇപ്പോൾ കോൺഗ്രസിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിട്ടുള്ളത്. ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് അകറ്റി നിർത്തിയെന്നുള്ള പരാതി പരസ്യപ്പെടുത്തിയാണ് ചാണ്ടി ഉമ്മൻ MLA ഈ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നത്. നേതൃമാറ്റം ഉണ്ടെങ്കിൽ സുധാകരൻ മാത്രമായി മാറേണ്ട എന്നാണ് ഇവരുടെ അഭിപ്രായം. കോൺഗ്രസിൽ ഉയർന്നു വരുന്ന ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഉള്ള പുതുനിരയുമായി ചാണ്ടി ഉമ്മനുള്ള അകൽച്ചയുടെ പ്രതിഫലനമായിരുന്നു ഇത്. ലോക്സഭ നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ച സാഹചര്യത്തിലാണ് KPCC പ്രസിഡന്റിനെ മാറ്റുന്നത് ശരിയല്ല എന്ന് ഒരു വിഭാഗം താല്പര്യപ്പെടുന്നത്. കോൺഗ്രസിലെ പൊട്ടിത്തെറിക്ക് പിന്നിൽ ചാണ്ടി ഉമ്മൻ നൽകിയ പരാതിയാണ് തുടക്കം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്കൊഴിച്ച് എല്ലാവർക്കും പാർട്ടി ചുമതല നൽകിയെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.